നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു നാട് എങ്ങനെയാണ് സ്വയം ഉടച്ചു വാർക്കുന്നതെന്ന്? അടിച്ചമർത്തലിന്റെ ചങ്ങലുകൾ പൊട്ടിച്ചെറിഞ്ഞ് അന്തസ്സിനുവേണ്ടി പോരാടി സ്വന്തം ചിന്തകളെയും സമൂഹത്തെയും മാറ്റിമറിച്ച ഒരു ജനതയുടെ കഥയുണ്ട്. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ നവോത്ഥാനത്തെക്കുറിച്ചാണ്. അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു സമൂഹത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ കഴിയുക? ഇത് വെറുമൊരു ചോദ്യമല്ല കേട്ടോ. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സാമൂഹിക പരിവർത്തനത്തിന്റെ കഥയിലേക്കുള്ള വാതിലാണിത്. ഒന്നാലോചിച്ചു നോക്കൂ. സ്വാമി വിവേകാനന്ദനെ പോലെ ഒരാളൊരു നാടിനെ ഭ്രാന്താലയമെന്ന് വിളിക്കണമെങ്കിൽ അവിടത്തെ അവസ്ഥ എന്തായിരുന്നിരിക്കും? ഇത് 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ ഒരു നേർചിത്രമായിരുന്നു. സാമൂഹിക അനീതി അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചപ്പോൾ ഒരു വിപ്ലവം അനിവാര്യമായി. ആ മാറ്റത്തിന്റെ തീപ്പൊരി എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. അടിച്ചമർത്തൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരിക്കലും ഒരു വാക്കല്ലായിരുന്നു. അതൊരു ദൈനംദിന യാഥാർത്ഥ്യമായിരുന്നു. തീണ്ടൽ, അതായത് ദൂരം കൊണ്ടുപോലും അയിത്തം കൽപ്പിച്ചിരുന്നു. ചിലർക്ക് പൊതുവഴികൾ നിഷേധിക്കപ്പെട്ടു. സ്ത്രീകൾക്ക് അവരുടെ ശരീരം മറക്കാനുള്ള അവകാശം പോലുമില്ലായിരുന്നു. വിദ്യാഭ്യാസം, സർക്കാർ ജോലി, അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തിന്? ഒരാൾ ധരിക്കുന്ന വസ്ത്രവും ആഭരണവും പോലും അയാളുടെ ജാതിയുടെ അടയാളങ്ങളായി മാറി. ശരിക്കും പറഞ്ഞാൽ ഈയൊരു സാഹചര്യമാണ് ഒരു വലിയ മാറ്റത്തിന് തീ കൊളുത്തത്. അപ്പോ ഈ മാറ്റം എവിടെ നിന്നാണ് തുടങ്ങിയത്? അത്ഭുതമെന്താണെന്ന് വെച്ചാൽ അത് ആയുധങ്ങൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് വാക്കുകളും ചിന്തകളും കൊണ്ടായിരുന്നു ആദ്യത്തെ വിപ്ലവം. ജാതി വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്ത ഒരു ആത്മീയ മുന്നേറ്റം. ഈ ചിന്താപരമായ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മനുഷ്യരാശിയെ മുഴുവൻ ഒന്നായി കാണുന്ന അദ്ദേഹത്തിന്റെ ഈ ആശയം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് അക്കാലത്ത് എത്രമാത്രം വിപ്ലവകരമായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. അരുവിപ്പുറം പ്രതിഷ്ഠ ശരിക്കും ബ്രാഹ്മണ മേധാവിത്വത്തോടുള്ള നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അത് താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്, അഥവാ നമ്മുടെ ശിവനെയാണ് എന്ന ഗുരുവിന്റെ മറുപടി. ഒരു ആത്മീയ കർമ്മം എങ്ങനെ ഏറ്റവും ശക്തമായൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറുമെന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല. എന്നാൽ ജാതിക്കെതിരായ ഈ ബൗദ്ധിക വെല്ലുവിളി ഒരാളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ചട്ടമ്പിസ്വാമികളെപ്പോലെ, വി.ടി. ഭട്ടതിരിപ്പാടിനെപ്പോലെ, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെപ്പോലെ പലരും വിവിധ സമുദായങ്ങളിൽ നിന്ന് ഈ മുന്നേറ്റത്തിന് കരുത്തേകി. ഈ ചിന്തകളിലെ വിപ്ലവം അധികം വൈകാതെ തന്നെ തെരുവുകളിലേക്ക് പടർന്നു. വാക്കുകൾ പ്രവൃത്തികളായി മാറി. അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി നേരിട്ട് പോരാടാൻ തുടങ്ങിയ ഒരു ധീരമായ അധ്യായമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന പ്രതിഷേധങ്ങളുടെയെല്ലാം സ്വഭാവം ഇതാണ്. അടിച്ചമർത്തലിനെതിരായ പോരാട്ടത്തിൽ മനുഷ്യശരീരം തന്നെ ഒരു സമരവേദിയായി മാറിയ സംഭവങ്ങൾ. ചാന്നാർ ലഹള തന്നെ നോക്കൂ. അന്തസ്സിനായുള്ള പോരാട്ടം എത്ര അടിസ്ഥാനപരമായ ഒരു കാര്യത്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. സ്വന്തം ശരീരം മറയ്ക്കാനുള്ള അവകാശം അതുപോലും ഒരു സമരത്തിലൂടെ നേടിയെടുക്കേണ്ടി വന്നു. കല്ലുമാല സമരം അതൊരു വെറും പ്രതിഷേധമായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. അടിമത്തത്തിന്റെ അടയാളമായി അവർ അണിഞ്ഞിരുന്ന ആ കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിനു ദളിത് സ്ത്രീകൾ തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയായിരുന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. ഈ ടൈംലൈൻ ഒന്ന് നോക്കൂ. വില്ലുവണ്ടി സമരത്തിൽ തുടങ്ങി കല്ലുമാല സമരത്തിലൂടെ വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ വരെ പതിറ്റാണ്ടുകളായി ഈ പ്രതിഷേധങ്ങളുടെ ശക്തി എങ്ങനെയാണ് വർദ്ധിച്ചു വന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഓരോ സമരവും അടുത്തതിന് ഊർജം പകർന്നുകൊണ്ടിരുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ സാമൂഹിക പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് സംഘടിത രാഷ്ട്രീയ ആവശ്യങ്ങളായി മാറിയതെന്നും പുതിയ സ്വത്വങ്ങൾ എങ്ങനെ രൂപപ്പെട്ടുവെന്നും നമുക്ക് നോക്കാം. പൊയ്കയിൽ അപ്പച്ചിന്റെ ഈ വാക്കുകളിൽ അതിലൊരു ജനതയുടെ മുഴുവൻ വേദനയുണ്ട്. ചരിത്രത്തിൽ നിന്ന് തങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു എന്ന വേദന. ഈ തിരിച്ചറിവിൽ നിന്നാണ് സ്വന്തമായൊരു സ്വത്വം രൂപപ്പെടുത്താനും തങ്ങളുടെ ചരിത്രം സ്വയം എഴുതാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത്. ഇതായിരുന്നു ആ നിർണായകമായ മാറ്റം. നിലവിലുണ്ടായിരുന്ന മതപരമായ ചട്ടക്കൂടുകളെ നിരാകരിച്ചുകൊണ്ട് പൊയ്കയിലപ്പച്ചൻ തന്റെ സമുദായത്തിനായി സ്വന്തമായൊരു വഴി തുറന്നു. അവരുടെ സ്വന്തം ചരിത്രത്തിലും അനുഭവങ്ങളും അധിഷ്ഠിതമായ ഒന്ന്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദലിത് വനിതയായിരുന്ന ദാക്ഷായണി വേലായുധന്റെ വാക്കുകളാണിത്. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വെറുതെ പേര് മാറ്റുന്നതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് എത്ര മൂർച്ചയോടെയാണ് അവർ വിമർശിച്ചതെന്ന് നോക്കൂ. ഇതോടെ സാമൂഹിക പോരാട്ടത്തിൽ ഒരു വലിയ മാറ്റം വരികയാണ്. വെറും പ്രതിഷേധങ്ങളിൽ നിന്ന് മാറി സമുദായങ്ങൾ തങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾ ഭരണകൂടത്തിൽ നിന്ന് നേരിട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി. അതിനായി മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ പോലുള്ള സംഘടിത നിവേദനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. പതിറ്റാണ്ടുകളായി നടന്ന ഈ സാമൂഹിക രാഷ്ട്രീയ പോരാട്ടങ്ങൾ എങ്ങനെയാണ് സുപ്രധാനമായ നിയമമാറ്റങ്ങളിലും അവസാനമൊരു പുതിയ സംസ്ഥാനത്തിന്റെ പിറവിയിലും കലാശിച്ചതെന്ന് നോക്കാം.
603. എന്താണീ സംഖ്യ എന്നല്ലേ? ഒരു പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിനു വേണ്ടി മാത്രം വൈക്കം സത്യാഗ്രഹത്തിലെ സമരക്കാർ പോലീസിന്റെ ബാരിക്കേഡുകളും പേമാരിയും സഹിച്ച് സമരം ചെയ്ത ദിവസങ്ങളുടെ എണ്ണമാണിത്. 603 ദിവസം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു അടിസ്ഥാന മനുഷ്യാവകാശത്തിനു വേണ്ടിയുള്ള എത്ര വലിയ സഹനവും നിശ്ചയദാർഢ്യവുമാണ് ഈ ഒരൊറ്റ സംഖ്യയിലുള്ളതെന്ന്. ഒടുവിൽ ആ നിർണായകമായ നിയമപരമായ വിജയം വന്നു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഐത്തം എന്ന ദുരാചാരത്തിനെതിരെ പതിറ്റാണ്ടുകളായി നടന്ന പോരാട്ടങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ വിജയമായിരുന്നു അത്. മഹാത്മാഗാന്ധി ഇതിനെ ഒരു അത്ഭുതമെന്നാണ് വിശേഷിപ്പിച്ചത്. നവോത്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയമായി പൂർത്തിയാവാനുള്ള അവസാന ഘട്ടമായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനം. സാംസ്കാരികമായി ഒന്നായിരുന്നിട്ടും രാഷ്ട്രീയമായി തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു കിടന്ന ഒരു ജനതയെ ഒന്നിപ്പിക്കാനുള്ള ആഹ്വാനം. ഈ ഘട്ടങ്ങളിലൂടെയാണ് ആധുനിക കേരളം എന്ന ആശയം യാഥാർത്ഥ്യമാകുന്നത്. വിഭജിച്ചു നിന്ന ഒരു ജനത ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒന്നായി. പതിറ്റാണ്ടുകളായി നടന്ന സാമൂഹിക നവോത്ഥാന പോരാട്ടങ്ങളുടെ ഒരു രാഷ്ട്രീയ സാക്ഷാത്കാരം കൂടിയായിരുന്നു 1956 നവംബർ 1 കേരളമെന്ന സംസ്ഥാനം പിറന്നപ്പോൾ സംഭവിച്ചത്. അപ്പോ ഈ ചരിത്രത്തിൽ നിന്നെല്ലാം നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? നൂറ്റാണ്ട് പഴക്കമുള്ള അന്തസ്സിനായുള്ള ഈ പോരാട്ടത്തിന് ഇന്നത്തെ നമ്മുടെ ലോകത്തെ എങ്ങനെ പ്രചോദിപ്പിക്കാൻ കഴിയും? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം.